ായിട്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ പ്രവർത്തകർക്കും ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത്തരം ഭീഷണികളെ ഒന്നും വിലവെക്കാതെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിൽ അദ്ദേഹത്തിന്റെ ഒരു കാൽവെപ്പ് വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ട് ഗുരുവായൂരിലെ മേൽപ്പാലം അന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്ന വിഷയമായിരുന്നു. ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ നഗരസഭാ ചെയർമാനും MLAയും അടക്കമുള്ള ആളുകൾ ഈ മേൽപ്പാലം പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പണി ആരംഭിച്ചു. പക്ഷെ കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതം ചെറുതല്ല. ആ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ പാർട്ടിയും അങ്ങനെ ബന്ധപ്പെട്ട എല്ലാവരും സുരേഷ് ഗോപിയെ പോയി കാണുകയും അദ്ദേഹത്തിനോട് ഗുരുവായൂരിൽ വരാൻ ആവശ്യപ്പെടുകയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ സുരേഷ് ഗോപി ഇവിടെ എത്തി ആ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മേൽപ്പാലം ഇത്രയും വേഗതയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നമസ്കാരം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ രീതിയിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള ഗുരുവായൂർ വലിയ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇത് കേരളത്തിലെ BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. കാരണം BJPക്ക് ഇന്ന് സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ വളരെയധികം BJP പുറകിൽ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കാര്യകർത്താക്കളുടെ പ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള ഒരു നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് തലത്തിലുള്ള BJPയുടെ പ്രവർത്തനത്തിൽ നിന്ന് ബോധ്യപ്പെട്ടാണ്. ഈ സമയത്ത് BJPയുടെ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ശ്രീമാൻ അനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഈ BJPയുടെ പ്രവർത്തനങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു ഈ വട്ടത്തെ LDFനെയും UDFനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മുടെ ഗുരുവായൂർ മണ്ഡലത്തിൽ ഇത്തവണ വലിയൊരു മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പ്രത്യക്ഷമായിട്ട് തന്നെ പ്രകടവുമാണ്. ഏകദേശം 13,000 വോട്ടിന്റെ അടുത്ത് വലിയൊരു വർധനവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് BJPയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 20 വർഷത്തോളമായിട്ട് ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലങ്ങളായിട്ട് CPM മാത്രമാണ് എന്ന തലത്തിലേക്ക് ഇവിടെ ഒരു ചിത്രം അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മോദിജി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പിൽഗ്രിം സെന്റർ എന്ന രീതിയിൽ അമൃത് പ്രസാദ് പദ്ധതി, ആ 2 പദ്ധതികൾ പ്രകാരം ഏകദേശം 317 കോടി രൂപയാണ് ഗുരുവായൂരിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. നമുക്ക് പ്രകടമായിട്ട് കാണാവുന്ന തരത്തിൽ ഇവിടുത്തെ പാർക്കിംഗ് വലിയൊരു വിഷയമായിരുന്നു. ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്ക് പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്ഥലമില്ലാത്ത പ്രശ്നം. പക്ഷേ അതെല്ലാം പരിഹരിക്കാൻ സാധിച്ചു. നല്ലൊരു പാർക്കിംഗ് സെന്റർ ഇവിടെ ആരംഭിച്ചു. അതുപോലെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് തുച്ഛമായ പണം കൊടുത്തിട്ട്, ഇപ്പോൾ ലോഡ്ജുകളൊക്കെ നമുക്കറിയാം വലിയ പൈസ കൊടുക്കേണ്ട സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ തുച്ഛമായ രീതിയിൽ എന്താ പറയുക ഭക്തർക്ക് താമസിച്ച് പോകുന്ന രീതിയിൽ വലിയ അമ്യൂണിറ്റി സെന്റർ, ഫെസിലിറ്റേഷൻ സെന്റർ, അങ്ങനെ വലിയ സംവിധാനങ്ങൾ ഗുരുവായൂർ നഗരത്തിൽ ചുറ്റും കേന്ദ്ര സർക്കാർ പണിതിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് വോട്ട് വർധനവിന് വലിയൊരു ഘടകമായിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂരിനെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് BJPയുടെ പ്രവർത്തകർ, RSSന്റെ പ്രവർത്തകരൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ, പോപ്പുലർ ഫ്രണ്ട് അടങ്ങുന്ന സംഘടന, അതോടൊപ്പം തന്നെ CPM ഇതുപോലുള്ള സംഘടനകളുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നു. കൊലപാതകങ്ങളടക്കം ഒരു BJPയുടെ പ്രവർത്തകരെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട്. ഇത്രയും ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരുപാട് കാര്യകർത്താക്കൾ നിലവിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു സന്തോഷം, മാനസികാവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് മുന്നിലുള്ള പഴയ വലിയൊരു എന്താ പറയുക പ്രവർത്തക നിര, വലിയൊരു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രവർത്തക നിര ഗുരുവായൂരിലുണ്ടായിരുന്നു. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് യുവമോർച്ചയുടെ ഗുരുവായൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്ന മണികണ്ഠൻ പെരിയമ്പലം. അദ്ദേഹം 20 വർഷം മുന്നേ അദ്ദേഹം SDPI തീവ്രവാദി, അന്ന് NDF ആയിരുന്നു. NDF തീവ്രവാദികളാൽ വെറും യുവമോർച്ചയുടെ അല്ലെങ്കിൽ ഈ സംഘപരിവാറിന്റെ നേതാവായി ഉയർന്നു വന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലമുള്ള ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടുത്തെ പ്രവർത്തകർ അനുഭവിച്ചു വന്ന ഒരുപാട് ദുരിതങ്ങൾ, വിഷമങ്ങൾ, അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ കിട്ടിയ ഒരു റിസൾട്ട്, അതിനെല്ലാം കഷ്ടപ്പാടിന് റിസൾട്ടാണ് ഇന്നത്തെ BJPയുടെ ഇവിടുത്തെ വിജയം. ഇപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം ഒരു തൊഴിയൂർ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു സ്വയം സേവകൻ, അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇസ്ലാമിക ഭീകരവാദികളെ പിടികൂടിയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സുരേഷ് ഗോപി ഇതുപോലുള്ള ബലിദാനികളുടെ വീടൊക്കെ സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പ്രചരണ പരിപാടിയിലെല്ലാം തന്നെ ഇത്തരത്തിൽ ബലിദാനികളുടെ ഈ വീട്ടിലെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൊഴിയൂർ സുനിൽജി, അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകളുടെ കുടുംബാംഗങ്ങൾ ഈ പ്രചരണ പരിപാടിയിൽ ഉടനീളം പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും ഗുരുവായൂർ മണ്ഡലത്തിൽ ഈ ഇതുപോലെയുള്ള വിധ്വംസക ശക്തികളുടെ ഭീഷണി സംഘപരിവാറിന്റെ പ്രവർത്തകർ നേരിടുന്നുണ്ട്.
സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവൻ പ്രവർത്തകർക്കും ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത്തരം ഭീഷണികളെ ഒന്നും വിലവെക്കാതെ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം എടുത്ത് അദ്ദേഹം ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഗുരുവായൂരിൽ അങ്ങനെ പ്രത്യേകം എന്തെങ്കിലും ആശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിൽ അദ്ദേഹത്തിന്റെ ഒരു കാൽവെപ്പ് വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ട് ഗുരുവായൂരിലെ മേൽപ്പാലം അന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്ന വിഷയമായിരുന്നു. ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ നഗരസഭാ ചെയർമാനും MLAയും അടക്കമുള്ള ആളുകൾ ഈ മേൽപ്പാലം പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പണി ആരംഭിച്ചു. പക്ഷെ കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതം ചെറുതല്ല. ആ സാഹചര്യത്തിൽ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ പാർട്ടിയും അങ്ങനെ ബന്ധപ്പെട്ട എല്ലാവരും സുരേഷ് ഗോപിയെ പോയി കാണുകയും അദ്ദേഹത്തിനോട് ഗുരുവായൂരിൽ വരാൻ ആവശ്യപ്പെടുകയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ സുരേഷ് ഗോപി ഇവിടെ എത്തി ആ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മേൽപ്പാലം ഇത്രയും വേഗതയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഒരു മാതൃകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഉണ്ടാവുന്നുള്ള തോന്നല് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ TN പ്രതാപൻ MP കഴിഞ്ഞ ഒരു 5 വർഷം അദ്ദേഹം ഗുരുവായൂരിന് വേണ്ടി എന്തെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കാനുള്ള ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ആ ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗുരുവായൂർ ഇത്രയും നല്ല ക്ഷേത്ര നഗരത്തിൽ ഒരു ഹൈമാസ് ലൈറ്റ് പോലും TN പ്രതാപൻ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആരുടെയും അറിവിലില്ല. മാത്രമല്ല ഈ TN പ്രതാപന്റെ വിഷയം സൂചിപ്പിക്കുന്ന സമയത്ത് ഇത്തവണ BJPയുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇത്തവണ കോൺഗ്രസിൽ വലിയ എന്താ പറയുക കോൺഗ്രസിന്റെ കുറേ വോട്ടുകൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ മാത്രമല്ല പല രാഷ്ട്രീയ പാർട്ടിയിലെ പല മതവിഭാഗങ്ങളിലെ ആളുകളുടെ വോട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഈ പുന്നൻ ഔഷാദ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു പുന്നൻ ഔഷാദ്. പുന്നൻ ഔഷാദിന് അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയായിരുന്നു? പുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ പുന്നയിലായിരുന്നു. ഈ പുന്ന നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ അതിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാർ പറഞ്ഞത് ഇന്നേ വരെ ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അവർക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു ഭയാനകമായ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന്. കാരണം അത്ര മൃഗീയമായിട്ടാണ് SDPI തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ, ഈ പുന്ന നൗഷാദിന്റെ കൊലപാതകത്തിന് ശേഷം ഈ പറയുന്ന MP അന്ന് TN പ്രതാപൻ MP ആണ്. ആ MP SDPIയുടെ മാസികയായ തേജസ് അതിൻ്റെ എന്താ പറയുക ഈ പുസ്തകം തേജസ് ഇറക്കുന്ന ഒരു പുസ്തകം മാഗസിൻ അങ്ങനെ എന്തോ അതിൻ്റെ പ്രകാശനം SDPIയുടെ നേതാക്കൾ ചെന്നിട്ട് TN പ്രതാപന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹമാണ് വാങ്ങിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനകത്തെ ഒരു എന്താ പറയുക വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവ് എന്ന തരത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ് TN പ്രതാപനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ തീരദേശ മേഖലയിൽ ഹൈന്ദവ സമൂഹം വർഷങ്ങളായിട്ട് തന്നെ LDFനും UDFനും മാറി മാറി വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഹൈന്ദവ സമൂഹത്തിനിടയിൽ. അവരിലൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രമല്ല മുഴുവൻ തീരദേശ മേഖലയിലൊക്കെ വലിയ ഒരു മാറ്റം. അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പോലും നമ്മളിലേക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇനി അടുത്തൊരു ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം MP ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മുഴുവൻ ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇതിൽ 6ലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഗുരുവായൂർ അങ്ങനെ ഒരു 1ാം സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം രൂപീകരിക്കാനായിട്ട് BJPക്ക് സാധിക്കും. ഞങ്ങൾ ആ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഇവിടെ ഭരിക്കുന്ന CPMഉം BJPയും നമ്മൾ വെറും 5000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുരുവായൂർ നഗരസഭയിലെ മുന്നേറ്റം മറ്റ് പഞ്ചായത്തുകളിലേക്കും അതിൻ്റെ എന്താ പറയുക പ്രകടമായിട്ട് വരുന്നുണ്ട്. അധികം താമസിയാതെ ഈ വരുന്ന 1 വർഷമേ ഉള്ളൂ ഗുരുവായൂർ മുനിസിപ്പൽ എല്ലാ പഞ്ചായത്ത് ത്രിതല തെരഞ്ഞെടുപ്പിന് ഈ ഗുരുവായൂർ 2ാം സ്ഥാനത്താണ് BJP എത്തിയിരിക്കുന്നത്. 1ാം സ്ഥാനം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനത്താണ്. CPMനെയും കോൺഗ്രസിനെയും മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്? മണ്ഡലാടിസ്ഥാനത്തിൽ CPMഉം നമ്മളും തമ്മിൽ 5000 വോട്ടിന്റെ വ്യത്യാസം. 3ാമതാണ് കോൺഗ്രസ് ആണ് 1ാമത്, 2ാമത് CPM, 3ാമത് BJP. കോൺഗ്രസുമായിട്ട് വലിയ മാർജിന്റെ വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-12,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അതെ അതെ അതെ. ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി BJPക്ക് ഒരു MLA ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. അതായത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ BJP വെക്കുന്നത് വികസനമാണ്. ആ വികസനം മാത്രമാണ് ഞങ്ങളുടെ ചർച്ച. ഇപ്പൊ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത്രയ്ക്കധികം വോട്ട് വർധന ഉണ്ടാക്കാൻ കാരണം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയും വോട്ട് വർദ്ധിപ്പിച്ച് CPMനെയും UDFനെയും പിന്നിലാക്കിയിട്ട് BJP 1ാമത് എത്തിയത്. അതുപോലെ തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം, അദ്ദേഹത്തിന്റെ വിജയത്തിന് ശേഷം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളുടെ ശ്രമഫലമായിട്ട് 100% ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ വിജയിക്കും.